യഥാർത്ഥത്തിൽ ദിഗംബരനാണ്. നമ്മൾ എന്തോ ഒരു വണ്ടർലാൻഡ് താമസിക്കുകയാണ്. വെറുതെ എത്തിയതല്ലേ ഇവിടെ. കുറെ രാഹുലീശ്വരന്മാര് തലമുടിയൊക്കെ നീട്ടി മറ്റേ പണിയും ചെയ്തതിനു ശേഷം ഇവിടെ വന്ന് ഈ പണി ചെയ്യുന്നതുകൊണ്ടാണോ? എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചു, എനിക്കൊരു പ്രശ്നമില്ല. ഈ മന്ത്രിസ്ഥാനം വലിയ കാര്യമാണെന്ന് ഞങ്ങൾ ധരിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇയാളൊന്നും വിചാരിച്ചാൽ എന്നെ മന്ത്രിസ്ഥാനത്ത് മാറ്റാനൊന്നും കഴിയില്ല കേട്ടോ. അത് ഞങ്ങളുടെ പാർട്ടി വിചാരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് മന്ത്രി മാറണം. ണ്ട്, ആദിത്യനിലുണ്ട്, അവനിയിലുണ്ട്, അതിന് ബഹിസ്ഫുരുണ്ട്, എല്ലാവരിലും ഉണ്ട് ഒരുപോലെ. അല്ലാതെ ആഴ്വാഞ്ചേരി തമ്പുരാന്റെ രണ്ട് മറ്റേത് അധികമൊന്നുമില്ല, എല്ലാവർക്കും ഉള്ളതേ ഉള്ളൂ കേട്ടോ. അഭിപ്രായപ്പെട്ടു. ഇതേക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തന്ത്രിമാരുമായും ബ്രാഹ്മണന്മാരുമായും കായിക യുദ്ധത്തിന് താനില്ലെന്ന് സുധാകരൻ അറിയിച്ചു. വിദേശ പണം പറ്റുന്ന ഒരു കൂട്ടം മാഫിയ ഉണ്ണി നമ്പൂതിരിമാർ ചെയ്യുന്ന തെറ്റിന് മാപ്പ് പറയണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ നവോത്ഥാനവും രണ്ടാം ഗുരുവായൂർ സത്യാഗ്രഹവും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ജി സുധാകരൻ പറഞ്ഞതാണ് ഇന്നത്തെ തലവാചകം. ജാമ്യം നിർത്തി വിദേശ പണം പറ്റുന്ന ഒരു കൂട്ടം മാഫിയ എന്താ പറയുന്നത് ഉണ്ണി നമ്പൂതിരിമാർ, ഒരു കൂട്ടം മാഫിയ ഉണ്ണി നമ്പൂതിരിമാർ അമേരിക്കൻ പണവും പറ്റി ഇവിടെ വേഷമൊന്നും കാണിക്കരുത്, പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തെറ്റാണ് കാണിക്കാൻ മുഴുവൻ. മാപ്പ് പറഞ്ഞ് സമസ്താപരാധം പറഞ്ഞ് ഈ നാട്ടിലെ യുവജന ചൈതന്യത്തിന്റെ മുമ്പിൽ ഡിവൈഎഫ്ഐയുടെ കൊടി പിടിച്ച് നടക്കാൻ രാഹുലാദികളോട് ഞാൻ അഭ്യർത്ഥിക്കുക. അതാണ് നല്ലത്, മോക്ഷം കിട്ടും. ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ടേക്കരുത്. അമ്പലത്തിൽ ആര് കയറണമെന്നൊന്നും തന്ത്രി സമാജവും യോഗക്ഷേമ സമയമൊന്നും ഒരു അക്ഷരം പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പറയുന്നതിന് പുല്ല് വിലയ്ക്ക് നാട്ടിൽ ഉണ്ടാവില്ല. എന്ത് വേണം ഭ്രാന്ത് വേണമെന്ന് പറഞ്ഞു. ഗവൺമെന്റിന് തോന്നുമ്പോൾ ആവശ്യമായ നിയമനിർമ്മാണം ഞങ്ങൾ കൊണ്ടുവരും. ഇവരുടെ ഒരു അഭിപ്രായത്തിന് ഞങ്ങൾ പോകാൻ പോകുന്നില്ല. അഭിപ്രായം പറയാം. ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഒരു നമ്പൂരി ഇന്നിപ്പോൾ എറണാകുളത്ത് ആലപ്പുഴ വന്നിരിക്കുക പത്രസമ്മേളനം നടത്താൻ. നമ്പൂരിക്ക് വേറെ സമയമില്ല. ഞങ്ങൾ വിഡ്ഢി നമ്പൂരിയാണ് അയാൾ വേറെ വിഡ്ഢിയല്ല. ഇവിടെ ആലപ്പുഴ വന്നിട്ട് തൊഴിലാളി വർഗത്തിന്റെ നാട്ടിൽ വന്നിട്ട് ഇയാൾ പത്രസമ്മേളനം നടത്തും. ഹിരണ്യകശിപുവിനെയാണ് ഞാൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഹിരണ്യകശിപുവിനെ കൊല്ലാൻ പിന്നെ മഹാവിഷ്ണു നരസിംഹമായിട്ട് അവതരിച്ചു. എന്നിട്ട് മാറ് പിളർന്ന് കൊന്നു. അപ്പോൾ കൊല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ പച്ച പാവങ്ങളെന്ന് അഭിനയിക്കാൻ നമ്പൂരിമായ രക്തത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. കൊലപാതകത്തെ പറ്റിയാണ് ഏറ്റവും വിട്ടർവണ്യം. അവർ ഒരുപാട് പേരെ കൊന്നവരാണ്. ആദ്യം കളിക്കരുത് ഞങ്ങളോട്. എവരെ തൂക്കിക്കൊല്ലണമെന്നല്ലേ പറഞ്ഞത്? ഞാൻ അത്രമാത്രം വൃത്തികെട്ടവരും സംസ്കാരശൂന്യരും അല്പന്മാരും ജളന്മാരുമാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞു. ബ്രാഹ്മണ സമുദായത്തിനും ഹിന്ദുമത വികാരങ്ങൾക്കും എതിരെയുള്ള സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കും CPM സെക്രട്ടേറിയറ്റിനും പരാതി നൽകുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഏതൊരു വായാടിയും ഏതൊരു കൊഞ്ഞാണനും എന്ത് തെമ്മാടിത്തം പറഞ്ഞാലും സമുദായത്തെ അടച്ചാക്ഷേപിച്ചാലും മിണ്ടാതിരിക്കുമെന്ന് കരുതിയാണ് പറയുന്നെങ്കിൽ പൂണൂലിട്ടവനും പ്രതികരിക്കാൻ അറിയാം, ഞങ്ങളും പ്രതികരിക്കും എന്ന് ആൾക്കാർ ഓർക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ പ്രതികരിക്കാതിരുന്ന് അവഗണിക്കുന്ന അവസ്ഥ ഇനി ഉണ്ടാവില്ല. ശക്തമായ ഭാഷയിൽ തിരിച്ചു പറയും. അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ വേണമെങ്കിൽ ആ ഭാഷയിൽ തിരിച്ചു പറയും. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് അടുത്ത മാസം 19-ന് നടക്കും. 21-നാണ് വോട്ടെണ്ണൽ. സഭക്കകത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ സമുദായത്തിനകത്ത് നടക്കുന്ന ചർച്ചകളിലേക്കൊന്ന് എത്തി നോക്കാം. അവിടെ പ്രതിഷ്ഠാ മഹോത്സവം ആയാലും ശരി, ബിസിനസ് കോടിക്കണക്കിനായി ഈ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശബരിമലയിൽ ഏതൊരു വ്യക്തിയാവട്ടെ, സുധാകരൻ സാറ് ഏതൊരു വ്യക്തിയാവട്ടെ, ശബരിമലയിൽ ധാരാളം ആളുകൾ മദ്യപിച്ചിട്ട് പോകാറുണ്ട് എന്ന് അദ്ദേഹം നിയമസഭയിൽ ഒരു പ്രസ്താവന ഇറക്കിയുണ്ടായി. അതിന് പ്രതികരിക്കേണ്ടവരോട് ഞാൻ പറയുന്നില്ല, പ്രതികരിക്കേണ്ടവരോട് ഞാൻ കാല് പിടിച്ചിട്ടാണ് അവരൊരു പ്രതികരണം എഴുതി മേടിച്ചത്. എത്രയോ സംഘടന, ഞാൻ ഓരോ സംഘടനകളും പേഴ്സണലി ദേഷ്യത്തോടെ ചോദിക്കാം, നിങ്ങൾക്ക് എന്താ പ്രതികരിക്കാൻ? ഞാൻ എത്രയോ സംഘടനകളെ പേഴ്സണലി വിളിച്ചു. ശബരിമലയിൽ ധാരാളം ആൾക്കാർ മദ്യപിച്ചിട്ട് പോകാറുണ്ട്. ബാലാറയുടെ ആസനത്തിൽ ഗുരുവായൂർ പുണ്യാഹം നൽകുമെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറ്റി നമുക്ക് പ്രതികരണമില്ലാതായിരുന്നു. അവന് 2 എക്സ്ട്രാ ഉണ്ടോ ഒരു മന്ത്രി പബ്ലിക്കായിട്ട് പോസം വേണമെന്ന് ചോദിച്ചില്ലേ? നമുക്ക് എന്ത് പറ്റി പ്രതികരിക്കാൻ കഴിയാത്തത്? തന്ത്രി മോഹൻമാർ വൃത്തികെട്ടന്മാരാണെന്ന് പറഞ്ഞപ്പോഴും പൂജയും മന്ത്രവും തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോഴും അമ്പലങ്ങൾ അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞപ്പോഴും ശ്രീ കടമറ്റ രാമകൃഷ്ണനും സുമാർ റീകോടും SFIയുടെ സ്വരാജ് തന്ത്രിപ്പണിയേക്കാൾ നല്ലത് തോട്ടിപ്പണിയാണെന്ന് പറയുകയുണ്ടായി. ഒരു തിരിച്ചു പ്രതികരിക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിൽ ഞാൻ ജനിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്, എനിക്ക് ലജ്ജയുണ്ട്. KCIM-ന്റെയും ഇരിഞ്ഞാലക്കുട രൂപതയും എനിക്ക് അഭിമാനം തോന്നി. അവർ പറയാൻ ഇനി SFIക്കാർ വരട്ടെ, ഞങ്ങൾക്ക് സംരക്ഷണ സേനയുണ്ട്, ഞങ്ങളുടെ സ്വഭാവം അറിയുന്നു. എല്ലാവരും പക്ഷേ ന്യൂസിൽ കണ്ടതായിരിക്കും. എനിക്ക് അവരോട് അഭിമാനം തോന്നി. ഞാൻ KCIM-ന്റെ പ്രസിഡന്റ് ശ്രീ തോമസിന് മെസ്സേജ് അയച്ചു. എനിക്ക് നിങ്ങളെ കുറിച്ച് അഭിമാനമുണ്ട്. ഈ അഭിമാനം എന്റെ സമൂഹത്തിൽ ഇല്ലാതായി പോയി. ആരെന്ത് പറഞ്ഞാലും, ആരുടെ അച്ഛനെ വിളിച്ചാലും അമ്മയ്ക്ക് വിളിച്ചാലും വിശ്വാസികളെ കളിയാക്കിയാലും അവന് 2 കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാലും പ്രതികരിക്കാൻ നമുക്ക് വയ്യ. എന്റെ ബഹുമാനപ്പെട്ട ബുദ്ധശനാണ് ഈ സമ്മേളനം വിളിച്ചിരുന്നത്.
ഈ സമ്മേളനം വിളിച്ച് കഴിഞ്ഞ 2 ദിവസം ഞാനും എന്റെ 2 സുഹൃത്തുക്കളും ഇവിടെ വന്ന് ഈ ഹാൾ ബുക്ക് ചെയ്യുകയും ഇവിടെ ഓരോരുത്തരെയും നേരിൽ പോയി കാണുകയും ഫ്ലക്സ് അടിക്കുകയും ബാനർ അടിക്കുകയും പേഴ്സണലി എല്ലാവരെയും ഒന്ന് വിളിക്കുകയും ചെയ്തിട്ട് അവസാന നിമിഷം അദ്ദേഹത്തിന് വരാൻ കഴിയാത്ത എന്ത് സാഹചര്യമാണെങ്കിലും അതിന് ബാഹ്യസമ്മർദ്ദം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്തരത്തിലുള്ള ധൈര്യം മാത്രമേ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്കുള്ളൂ എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണം. അങ്ങനെ ഒടുവിൽ ഹിന്ദുക്കളുടെ അബ്ദുൽ നാസർ മദനി എത്തിക്കഴിഞ്ഞു. രാഹുൽ ഈശ്വർ പറഞ്ഞു. ഏതൊരു വായാടിയും ഏതൊരു കൊഞ്ഞാണനും എന്ത് തെമ്മാടിത്തം പറഞ്ഞാലും സമുദായത്തെ അടച്ചാക്ഷേപിച്ചാലും മിണ്ടാതിരിക്കുമെന്ന് കരുതിയാണ് പറയുന്നെങ്കിൽ പൂണൂലിട്ടവനും പ്രതികരിക്കാൻ അറിയാം, ഞങ്ങളും പ്രതികരിക്കും എന്ന് ആൾക്കാർ ഓർക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ പ്രതികരിക്കാതിരുന്ന് അവഗണിക്കുന്ന അവസ്ഥ ഇനി ഉണ്ടാവില്ല. ശക്തമായ ഭാഷയിൽ തിരിച്ചു പറയും, അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ വേണമെങ്കിൽ ആ ഭാഷയിൽ തിരിച്ചു പറയും.